4,00,000 രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം മഹർ പ്രകാരം താങ്കൾക്ക് ഓക്കെ. ഇത് നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ വിവാഹ ദിവസം നിക്കാഹിന്റെ അന്ന് മഹറായി കൊടുത്തത് 4,00,000 രൂപയുടെ ഡയമണ്ട് ആണ് എന്ന് പറയുന്ന ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ കണ്ടതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത്. ഒന്നാമതായി പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ഒരു മതത്തിലും ഇല്ലാത്തൊരു പ്രത്യേകത ഈ ഒരു ഇസ്ലാം മതത്തിലുണ്ട്. നമ്മൾ സ്ത്രീക്ക് അങ്ങോട്ടാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്, മഹറായി കൊടുക്കുന്നതാണ്. ഈ മഹറായി കൊടുക്കുന്ന ഈ ഒരു എത്രയാണോ രൂപ എന്നുള്ള സാധനം, അതിപ്പോ സ്വർണ്ണം ആണെന്നുണ്ടെങ്കിൽ ഡയമണ്ട് ആണെങ്കിൽ എന്താണെങ്കിലും വിളിച്ചു പറയാൻ പാടുമോ പാടില്ലേ എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ആ കൊടുക്കുന്ന തുക ഏതെങ്കിലും ഒരു കാരണവശാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിരിയുകയാണ് എന്ന് തന്നെ കരുതുക, ആ ഒരു ഫണ്ട് അത് ആ ഒരു സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പള്ളികളിൽ ഇങ്ങനെ ഇപ്പൊ ഒരു നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുമല്ലോ, ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അത് നാളെ ഭാവിയിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും മഹറായി ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതൊക്കെ കോടതിയിലേക്കൊക്കെ എത്തുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാം. അപ്പൊ ഈ വിവാഹം ഒരിക്കലും അങ്ങനെ തകർന്ന് തരിപ്പണം ആവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ഇതിന്റെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു വെക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഡ്യൂഡിന്റെ കല്യാണത്തിന്റെ അന്ന് അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ആ ഒരു പെൺകുട്ടി മുന്നിലിരുന്നു ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒരു സ്ത്രീക്ക് അങ്ങനെ നിക്കാഹ് നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കാൻ പാടുമോ എന്നുള്ളതാണ്. അതൊരു തെറ്റായ ധാരണയാണെന്ന് തന്നെ എന്റെ സുഹൃത്ത് പറഞ്ഞത്. പള്ളിയിലേക്കാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അവിടെയാണ് ആ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നത് എങ്കിൽ തെറ്റാണ്. എന്റെ സുഹൃത്തിന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് പറഞ്ഞാവും, അത് തെറ്റാണെങ്കിൽ തിരുത്തുക. അപ്പൊ ഇതൊരു ഹാളിൽ വെച്ച് നടന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവിടെ വന്നിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ ഇനി നേരിട്ടൊരു കാര്യത്തിലേക്ക് കടക്കാം. ഇദ്ദേഹം ഇവിടെ കൊടുത്തത് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഡയമണ്ട് ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോൾഡിന്റെ മൂല്യം നമുക്കിപ്പോ 1 പവൻ സ്വർണം എന്ന് പറയാമായിരുന്നു. പക്ഷെ ഡയമണ്ടിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല പറയാ, അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പണം ഇങ്ങനെ കൊടുത്തു എന്നുള്ളത്. പിന്നെ വേറൊരു സാധനം, ഈ ഒരു പൊട്ടന്മാരെ പോലെ എന്താ കണ്ണാടൊക്കെ ഇട്ടിട്ട് അതൊരു മോശം പ്രവണതയല്ലേ എന്നൊരാൾ പറയുന്നുണ്ട്. അയാളുടെ സ്വാതന്ത്ര്യത്തിന്റെ മുകളിലേക്ക് കയ്യോ കാലോ കയറ്റി വെക്കാനോ നമ്മുടെ നാക്കുകൊണ്ട് അയാളെ തരം താഴ്ത്താനോ ശ്രമിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല. എന്തായാലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഡ്യൂഡ് പറയുന്നുണ്ട്, ഒന്ന് കേൾക്കാം. കോൺട്രവേഴ്സി കേസ്. എന്റെ പൊന്നെ, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് അൽഫി, എന്താണ് സംഭവിക്കുന്നത്? അത് ആക്ച്വലി നമ്മളിട്ടത് കൊണ്ടല്ല, നമ്മളല്ല ഇട്ടത്, വേറെ ആരൊക്കെ ഇട്ടവരാണ്. എനിക്ക് പറയാനുള്ള ഡയലോഗ് മറ്റേ ദൃശ്യം മൂവിയിലത്തെ സാധനമില്ലേ, ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്ന് ഞങ്ങളുടെ നിക്കാഹ്. ഓക്കെ. ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് ആളുകൾ വന്ന് അതിഥികൾ വന്ന് ഞങ്ങളുടെ വിവാഹം, ഞങ്ങളുടെ നിക്കാഹ് കുളമാക്കി എന്നാണ് പറയുന്നത്. അവരെടുത്തിട്ട ഒരു വീഡിയോ അല്ല പുറത്തേക്ക് വന്നത്. സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന വീഡിയോസിന് 2-3 രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒന്ന് സപ്പോർട്ടായിരിക്കും, ഒന്ന് ന്യൂട്രൽ ആയിരിക്കും, ഒന്ന് തറ പറ്റിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെ ഇതൊന്നും ബാധിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇദ്ദേഹത്തിന് അത് ബാധിക്കാറില്ല എന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ക്ഷണിക്കപ്പെടാതെ വന്നത് ആരാണ്? യൂട്യൂബർമാരാണ്. അതിനുള്ള മറുപടി വീഡിയോയുടെ ഇടയിൽ അവർ തന്നെ പറയുന്നുണ്ട്. കറക്റ്റുള്ള ഫാമിലി നോക്കി എല്ലാം ചെയ്ത്. ആദ്യത്തെ കോൺട്രവേഴ്സി, നിക്കാഹിന് മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ. അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ്. എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക, ഒന്ന് എന്താ പറയുക, ഡയമണ്ട് എന്താ പറയുക, ഇതാ കൊടുക്കുന്നത്, സ്വർണം കൊടുക്കുമ്പം നമ്മളെ നാട്ടിലത്തെ ഒരു പതിവ് എന്താണെന്ന് വെച്ചാൽ അത് അവർ പറയും, ഇത്ര എന്താ പറയുക, ഇത്ര പവന്റെ കണക്കെല്ലാവരും സ്വർണ്ണം വാങ്ങും പറയും. പക്ഷെ എന്റെ കേസിൽ അങ്ങനെ വിളിച്ച് പറയും കേട്ടോ. ചിലർ വിളിച്ച് പറയും, ചിലർ മൈക്കിൽ പറയില്ല. അതൊക്കെ ഓരോ മഹലിലുള്ള മെൻഷൻ ചെയ്യും, മൈക്കിലും അല്ലാതെ അത് ഓരോ മനസ്സിലായില്ല. അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ വീഡിയോയിൽ വന്നുകൊണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവം തോന്നുന്നു. പക്ഷെ സത്യം പറയല, എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ വിളിച്ച് പറയും എന്നുള്ള കാര്യം. ഈവൻ പവൻ പറഞ്ഞാലും ഇപ്പൊ പവന്റെ പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് എന്നൊരു കോമഡി, നമ്മൾ ഡയമണ്ട് ആണ് അവർക്ക് മഹറായി കൊടുത്തത്. അപ്പൊ ഉസ്താദ് കണ്ടപ്പോൾ ഉസ്താദ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ കൊടുക്കുന്നത് കണ്ടത്. അതുകൊണ്ട് ഇത് എങ്ങനെ പറയണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന്. അപ്പൊ ഉസ്താദ് നിങ്ങൾ വെച്ച് ക്യാരറ്റ് എത്ര, അപ്പൊ എന്ത് ക്യാരറ്റ്, നമ്മൾ ഇതുപോലെ ഇത് നമ്മൾ ഉണ്ടാക്കിപ്പിച്ചതാണ്, ഇങ്ങനെ മോതിരം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ ഒരു ചെയിൻ കണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കൂടുതൽ ഡയമണ്ടിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിയില്ല, ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ നമുക്കത് അറിയില്ല. കണ്ട് ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങി മഹർ കൊടുത്ത്. അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മഹറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര രൂപന്റെ മഹറാന്ന് പറഞ്ഞപ്പോൾ എന്നാ എന്താ പറയാ മുതൽ പറഞ്ഞ പിന്നെ അതങ്ങ് പറയാന്ന്. അങ്ങനെയാണ്. പക്ഷെ മൈക്ക് അവിടുന്ന് വന്ന് നിൽക്കുകയല്ല. കാരണം സമയം മൈക്ക് ഉണ്ടായപ്പോൾ ഉസ്താദ് മൈക്ക് എടുത്ത് പറഞ്ഞു. അപ്പൊ ആ ഉസ്താദ് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ആ ഉസ്താദ് ഒരു കാര്യം അറിയില്ലല്ലേ, പാവാണ്, മൂപ്പർ അറിയാണ്ട് പറഞ്ഞു പോയതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ള കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും
മൈക്ക് എവിടുന്ന് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്ക് അവിടെ ഉണ്ടായിരുന്നു, അവിടെ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് തന്നെ മൈക്ക് ഉണ്ട്. പിന്നെ ആ ഹാളിലുള്ള ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് അത് പറയുന്നത്. അത് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പൊ ഹിന്ദു മതവിശ്വാസ പ്രകാരം ഓരോ ആചാരങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ നിങ്ങളുടെ മതവിശ്വാസ പ്രകാരം നടക്കുന്ന ഒരു കാര്യം അത് പറയേണ്ടതാണെങ്കിൽ പറയുക, തെറ്റൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലേക്ക് ഈ വീഡിയോ വലിച്ചിട്ട് അതിനെ വേറെ ഹെഡിങ്ങോട് കൊടുത്തത് എന്താണ് പറയുന്നത്, ഒരു കച്ചവടം ഉറപ്പിക്കുന്നത് പോലെയാണല്ലോ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വീഡിയോ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷെ അത് കേൾക്കുന്ന ആളുകൾക്കും കാണുന്ന ആളുകൾക്കും ആ ഒരു രീതിയിൽ തോന്നിയാല് കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം അത് ആ ഒരു രീതി ഉണ്ടായിരുന്നു അതിന്, അതുകൊണ്ടാണ്. പക്ഷെ ഒരിക്കലും ഒരു മതത്തെ അവഹേളിക്കാൻ പാടില്ല. അത് അതിൽ വിശ്വാസപ്രകാരം അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുക. ഇത് ഒരൊറ്റ സ്റ്റാൻഡാണ്, ഇയാളുടെ ഒരു സ്റ്റാൻഡാണ്. ഉസ്താദിനൊന്നും അറിയില്ലായിരുന്നു, പാവമായിരുന്നു. അതിന്റെ രണ്ടാമതൊരു സ്റ്റാൻഡ് ഉണ്ട്, അതൊന്ന് കേട്ടോക്കാം. ആദ്യത്തെ നിക്കാഹിന്റെ അവസ്ഥക്ക് പാവം അപ്പൊ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ കാരണം സംഭവിച്ചു പോയത്. അല്ലാണ്ട് ഇപ്പൊ അവര് പറഞ്ഞ വേർഡിങ്സ് ആയാലും ലൈക്ക് ഒരു ചെറിയ രീതിയിൽ അത് ഞാൻ നിങ്ങളെ ഭാഗത്ത്, കാരണം അവർ പറഞ്ഞത് ഇത്ര രൂപക്ക് വേണ്ടി ഒരു കച്ചവടം ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. വേർഡിങ്സ് ഓർമ്മയില്ല, കാരണം ഞാൻ നിക്കാഹിന്റെ ടൈമിൽ ഞാൻ ഇരിക്കുന്നിടത്ത് മൈക്ക് എനിക്ക് അത്ര കേട്ടില്ല. പിന്നെ എന്റെ ചുറ്റുള്ളവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ കുറെ പേര് എനിക്കങ്ങനെ തോന്നി ഇതെന്താ ഇങ്ങനെ ഒരു സാധനം. ഞാൻ ഇന്നൊരു നിക്കാഹ് ചെയ്യുന്ന പേഴ്സണലി കണ്ടില്ല. എപ്പോഴാണ് ഇത് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഇവൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടോന്നാണ്. അതെ, ഞാൻ അവരോട് ചോദിച്ചത് എന്താ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണോ പറയാന്ന് ചോദിച്ചത്. എനിക്ക് അപ്പം തന്നെ അത് ബാഡ് അടിച്ച്, സീരിയസ്ലി ആ ബാഡ് അടിച്ച് നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും. ഓക്കെ, ഒന്നാമത്തെ സ്റ്റാൻഡ് ഉസ്താദിനെ അറിയാതെ പറ്റിയ. രണ്ടാമത്തെ സ്റ്റാൻഡ് ഇതെന്ത് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് ആള്. അതായത് ഉസ്താദ് അവിടെ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്ന അതേ ആളുടെ തന്നെ ടോൺ അവിടെ നിന്ന് മാറും. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് ഇത് സ്വർണമല്ല ഡയമണ്ട് ആണ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഇത് പറയുക എന്ന് അറിയാത്തത് കൊണ്ട് ഉസ്താദ് പറഞ്ഞു പോയതാണ്. രണ്ടാമത് പറയാ എന്താണ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ ഇത് ആളുകൾ വിശ്വസിച്ചില്ല, വിചാരിച്ചില്ല, അതുപോലെയാണ് ഞാനും വിചാരിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പൊന്നു മോനെ, നിങ്ങൾ എന്ത് സ്റ്റാൻഡിലാണ് എടുക്കേണ്ടത്? ആ ഉസ്താദിനെ അറിയാതെ സംഭവിച്ചതാണ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സ്റ്റാൻഡ്. അതായത് അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങളെ കൂടെയാണ് ഞാൻ എന്ന് പറഞ്ഞ് വരുത്തി തീർക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ആ ഒരു പെൺകുട്ടി അത് കേട്ടില്ല എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഹാളില് അത്രയും വലിയ ശബ്ദത്തിൽ ഒരു മൈക്കിലൂടെ പറഞ്ഞ സാധനം കേട്ടില്ല എന്ന് പറയുമ്പോൾ അത് അത്രക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾ ഒരുപാട് ബഹളത്തിൽ അത് സംസാരിച്ചുകൊണ്ടിരുന്നിരിക്കാം, അതുകൊണ്ടാകാം ഒരു പക്ഷെ നിങ്ങൾ കേൾക്കാതിരുന്നത്. പക്ഷെ നിക്കാഹ് നടക്കുന്ന ഒരു സമയത്ത് ഹാളിൽ അങ്ങനെ വലിയ ബഹളം ഉണ്ടാവാറില്ല. കാരണം അവിടെ ഒരു പവിത്രമായ ഒരു കാര്യം നടക്കുമ്പോൾ, ഞാനൊക്കെ ഇഷ്ടം പോലെ പള്ളിയിൽ ഇത്ര നിക്കാഹുകൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ വിവാഹത്തിന് ഞാൻ പോയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരാളും അങ്ങനെ മിണ്ടാറില്ല. അതിപ്പോ ഹാളിലേക്ക് വരുമ്പോൾ അത് ഒരു പക്ഷെ നിങ്ങൾക്ക് അവിടെ വന്നിരിക്കാനുള്ള ഒരു കാര്യം ഒരുക്കി തരാനാകാം ഒരു പക്ഷെ അവർ അങ്ങനെ നിക്കാഹ് അവിടെ വെച്ച് നടത്തിയിട്ടുള്ളത്. എന്റെ സുഹൃത്തുക്കളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും ഒരു പക്ഷെ വിവാഹം നടന്നിട്ടുള്ളത് പള്ളിയുടെ അകത്ത് വെച്ചിട്ടാണ് നിക്കാഹ് നടന്നിട്ടുള്ളത്. ഒട്ടുമിക്ക എല്ലാ പള്ളിയിലും ഞാൻ കയറിയിട്ടുണ്ട്, ഈ ഒരു ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തോട്ടെ, നമുക്ക് എന്തായാലും അത് ഫുൾ ആയിട്ടൊന്ന് കേൾക്കാം. ആദ്യമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം നടത്താൻ പറ്റും, അങ്ങനത്തെ കുറെ ചോദ്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മുസ്ലിങ്ങൾക്ക് നാട്ടിലൊന്നും പറ്റില്ലേ നല്ലൊരു കല്യാണം നടത്താൻ പറ്റില്ല, നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല? ഏതൊരു ഫുഡ് ബ്ലോഗറോ അങ്ങനെ ഒരു പുള്ളി ഉണ്ട്, ആ പുള്ളി ഈ കാസർഗോഡ് അങ്ങനത്തെ സ്ഥലത്തെ ഏറ്റവും എക്സ്ട്രാവഗന്റ് ആയിട്ടുള്ള കല്യാണങ്ങൾ കാണുന്നത് മുസ്ലിംസിന്റെ. അപ്പം നിങ്ങൾക്കൊരു കാര്യം, നമ്മൾ ഈ പൈസ ഇപ്പൊ ഇന്നലെ ഒരു ചങ്ങായി കമന്റ് ഇട്ടോ, എന്തിനെങ്ങനെ കല്യാണം നടത്തി പാവങ്ങൾ കൊടുത്തുകൂടെ? എനിക്ക് അറിയില്ല, നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും. ഇപ്പോൾ വെറൈറ്റി ക്രിസ്ത്യൻ വെഡിങ് ആണ്, നമുക്ക് അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് വേണം നമ്മൾ അത് ചെയ്ത്. അതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് ഞാനൊരു ക്രിസ്ത്യൻ ലുക്ക്, ഒരു ടർക്കിഷോ ഇസ്താൻബുൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തെ കൺട്രീസിൽ അത് ക്രിസ്ത്യൻ ലുക്ക് അങ്ങനെയല്ല കേട്ടോ. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറയാം. ഇതൊക്കെ 7 വർഷത്തോളം ഞാൻ കേൾക്കുന്ന കാര്യമാണ് ഈ തട്ടമുതാത്ത എന്താ നല്ല ഡ്രസ്സ് ഇട്ടൂടെ, അത് ഇത് അങ്ങനെ കുറെ എന്താ പറയാ ആൾക്കാരുണ്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്ന. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, മുസ്ലിമായി ജനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മുസ്ലിം ആവണമെന്നില്ല. പല ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ, ഇപ്പൊ ഇസ്ലാമാണ് ഞാൻ എന്ന് പറയുമ്പോൾ നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാറുണ്ട് എന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഫേവറേറ്റ് ആക്കി എടുത്ത് ചെയ്യാൻ പാടില്ല എന്ന് ആ മതം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എതിർക്കുന്ന ആളുകളാണ്. ഒരു മുസ്ലിമിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്. വളരെ മിതമായ രീതിയിലായിരിക്കണം വിവാഹം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വേറെ ആള് പറഞ്ഞെന്ന് വെച്ചാൽ ഇത്രയും വലിയ രീതിയിൽ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് ഒരു പാവപ്പെട്ടവരെ സഹായിച്ചൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയും ഇങ്ങനെയായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത്. അതായത് ഒരു വലിയ രീതിയിൽ നടത്തുന്ന വിവാഹത്തിൽ നിന്നും അത് ചുരുക്കി അതിൽ നിന്നും ഒരുപാട് ആളുകളെ സഹായിക്കുകയാണെങ്കിൽ
അത്രയും നല്ലൊരു പുണ്യ പ്രവൃത്തി വേറെ ഒന്നുമില്ല. അങ്ങനെയും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയാം, എന്റെ ഡ്രീമാണ് വിവാഹം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടത്താം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യമായിട്ട് ഒരു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വസ്ത്രം ഇട്ടാലും പ്രശ്നമാണെന്ന്. അങ്ങനെ എന്ത് വസ്ത്രം ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ തലയിൽ തട്ടമിടാത്ത പേരും പറഞ്ഞ് കാലങ്ങളായിട്ട് 7 വർഷത്തോളമായിട്ട് എന്താണ് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ തട്ടമിടാത്ത പ്രശ്നം അതാണ് ഇതാണെന്ന്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ മതത്തെ നിങ്ങൾ മാറ്റിയെടുത്ത് ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ മതം പറയുന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മദ്രസകളിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോ ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരമുള്ള ഒരു വിവാഹ വസ്ത്രം ഇട്ടതാണ് പ്രശ്നം എന്നുള്ളതാണ് പല ആളുകളും പറഞ്ഞത് എന്ന് പറയുന്നു. നിങ്ങളുടെ താല്പര്യമാണ്. ഇന്ത്യയിൽ ഏത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള മൗലിക അവകാശമൊക്കെ നമുക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന എല്ലാ മൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനെ നമ്മൾ മതത്തെ കൂട്ടുപിടിക്കേണ്ടതോ മതത്തെ ചവിട്ടി താഴ്ത്തേണ്ടതായിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം അതാണ്, നിങ്ങളുടെ താല്പര്യം അതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ പോകാം. പക്ഷെ ഞാൻ ഒരു വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു പൂർണ്ണത വേണം. പൂർണ്ണത ഇല്ല ഈ ഒരു വിഷയത്തിൽ. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ആ മീഡിയക്കാരെ നമ്മൾ അവിടെ നിന്ന് മീഡിയക്കാരെ ഒഴിവാക്കണമായിരുന്നു. നമ്മള് മാനിയായിട്ടും എന്റെ ബ്രദററ്റ് ജനസൽക്കാക്കറ്റ് ഒരു പറച്ചിലൊന്നും ഒരിക്കലും ലൈക്ക് ഒറ്റ എൻട്രൻസ് അല്ലല്ലോ, അത് സൈഡിൽ കൂടെ ഒരുപാട് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. തീരെ മാനേഴ്സ് ഇല്ലാണ്ടാണ് അവർ ചെയ്തതും. കാരണം ഞാൻ എന്റെ ഇത് പറയണ ഞാൻ കറക്റ്റ് ഒരു എൻട്രൻസ് വീഡിയോ ഒക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. വീഡിയോ വന്നു കഴിഞ്ഞപ്പോ, അതായത് നിക്കാന്റെ വീഡിയോ വന്നപ്പോ ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്തു. എൻട്രൻസിൽ മൊത്തം ആൾക്കാർ നമ്മുടെ കസിൻസ് ഒന്നുമല്ല, ഈ മീഡിയ ടീംസ്. നിങ്ങൾ ആരാ വിളിച്ചത്? ഞങ്ങൾ വിളിച്ചിട്ടില്ല. എനിക്കത് അപ്പൊ ചോദിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഇനി അപ്പൊ അതെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് ടയറിലാക്കണ്ടല്ലോ. അതൊക്കെ ചോദിച്ച് അവരെ എയറിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹമാണ്. നിങ്ങൾ ക്ഷണിക്കപ്പെടാത്ത ആളുകൾ വരുമ്പോൾ നമ്മൾ ഏതൊരു വിവാഹമാണെങ്കിലും നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഭക്ഷണത്തിന് ഇത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. കുറെ യൂട്യൂബർമാരോട് കുത്തിക്കേറി വന്നിട്ട് ഇപ്പൊ ബൈജുവിന്റെ മകളെ വിവാഹത്തിന് ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് നടൻ ബൈജു ഉണ്ടാവും. അയാൾ പറഞ്ഞു ആരും അങ്ങോട്ട് വരരുത്, ആരെയും ക്ഷണിച്ചിട്ടില്ല, കുറച്ച് ആളുകൾ പങ്കെടുന്ന ഒരു പരിപാടിയാണ്, അതുകൊണ്ടാണ്. ഒരാളും ചെന്നില്ലല്ലോ, മുഖത്ത് നോക്കി അങ്ങ് പറയുക. ഇപ്പൊ യൂട്യൂബർമാരും മറ്റുള്ള ആളുകളൊക്കെയാണ് മരണ വീടാണെങ്കിലും സെലിബ്രിറ്റികളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാലും എന്തെങ്കിലും വിവാഹം നടക്കുകയാണെങ്കിലും എന്ത് പരിപാടി നടക്കുകയാണെങ്കിൽ അവരെ ക്ഷണിക്കാതെ തന്നെ അങ്ങോട്ട് കുത്തിക്കയറി ചെല്ലുക എന്നുള്ളത്. ചില ആളുകൾ ഞങ്ങൾ മാധ്യമം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ എന്ത് മാധ്യമം എന്നാ പറയുന്നത്? ഇപ്പൊ ഈ ഒരു പയ്യനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത്. കൃത്യമായി പ്രചരിപ്പിക്കുന്ന ആളുകൾക്കറിയാം അത് അവരുടെ വിശ്വാസപ്രകാരം നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. ഓക്കെ, കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമതായ കാര്യം, ഈ ഒരു മതവിശ്വാസ പ്രകാരം സ്ത്രീക്ക് അങ്ങോട്ടാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ഇരട്ടി ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ രീതിയിൽ വിവാഹം കഴിക്കാൻ പാടില്ലേ, വലിയ രീതിയിൽ നടത്താൻ പാടില്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടിയും അങ്ങനെ പാടില്ല എന്ന് തന്നെയാണ് പല ആളുകളും എന്നോട് പറഞ്ഞത്. വളരെ മിതമായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ മുസ്ലിം ആണ് എന്ന് പറയുന്ന ആൾക്ക് അതിനൊരു പൂർണ്ണതയുടെ ഒരു 70% എങ്കിലും വേണം എന്നുള്ളതാണ്. അതില്ലാത്ത പക്ഷം അതിൽ ജനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ആ ഒരു മതത്തില് വിശ്വാസികളാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി എല്ലാം അവസാനിപ്പിച്ച് ഞാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു പ്രശ്നമില്ല എന്നെ പോലെ. എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.